ഹായ്, ഇന്ന് നമുക്ക് ഒരു കുർത്തയ്ക്ക് വേണ്ട മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് എടുക്കാം. ഫസ്റ്റ് തന്നെ ഷോൾഡറിന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഷോൾഡറിന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ആയിട്ടൊരു ബോൺ ഉണ്ടാവും. ആ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഒരു ലെങ്ത്താണ് നമ്മൾ എടുക്കേണ്ടത്. അത് ഇങ്ങനെ ആയിരിക്കും വരിക. മീൻസ് ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഈ ബോൺ എന്നിട്ട് അറ്റത്ത് ഇത് പുറകിലോട്ട് ആ ടേപ്പ് ഡ്രോപ്പ് ആവാതെ നോക്കണം. മീൻസ് ഇങ്ങനെ ലൂസായിട്ടോ അങ്ങനെയൊന്നും പോകരുത്. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വേണം. ഇവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, ദെൻ അതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ ഇതെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഈ രീതിക്കായിരിക്കും ഇവിടെ ഇങ്ങനെ ആയിരിക്കും ലൈൻ വരിക. ഇതുണ്ടോ, ഇങ്ങനെ ഇവിടെയും ഡ്രോപ്പ് ആവാതെ നോക്കണം. എന്നിട്ട് അതിൻ്റെ സോഫ്റ്റായിട്ട് പിടിക്കണം. ഒരുപാട് ടൈറ്റായിട്ട് അല്ലേ, ഒരുപാട് ലൂസായിട്ട് പിടിക്കരുത്, സോഫ്റ്റായിട്ട്. ദെൻ പിന്നെ നമുക്ക് ഇപ്പോൾ ഈ എടുത്ത ഈ ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിൻ്റ് ആ ഷോൾഡർ ടു ഈ പോയിൻറ്റിലേക്കുള്ള ലെങ്ത്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അതിന് ശേഷം ഇവിടെ നമ്മുടെ നിപ്പിൾ പോയിൻ്റ് അങ്ങനെ ആയിരിക്കും വരിക. ഇത് ഏറ്റവും എന്താ പറയുക, ഇങ്ങനെ സോഫ്റ്റായിട്ട് വേണം പിടിക്കാൻ, നല്ല ടൈറ്റായിട്ട് പിടിക്കരുത്. പുറകിലിങ്ങനെ ഇറങ്ങിപ്പോകരുത്, കറക്റ്റായിട്ട് വേണം, കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കും. പിന്നെ ഈ ഒരു പോർഷനായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. സെയിം അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് പിടിച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് പോലെ തന്നെ അതിൻ്റെ ഒരു സർക്കംഫറൻസ് കൂടി എടുക്കണം. ഈ എടുക്കുമ്പോൾ ഇത് എവിടെ എടുത്തതെന്നുള്ള പോയിൻ്റ് കൂടി നമുക്ക് ഓർത്ത് വയ്ക്കണം. കാരണം ഷോൾഡർ ടു ആ ലെങ്ത് കൂടെ നമുക്ക് എടുക്കാനുണ്ട്. പിന്നെ അതിനുശേഷം കുർത്തിക്ക് ഓപ്പൺ എവിടെയാണോ വേണ്ടത് അതിൻ്റെ സർക്കംഫറൻസ് എനിക്കിവിടെ വേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സർക്കംഫറൻസ് എടുക്കുക, ഇങ്ങനെ. പിന്നെ അതിനുശേഷം ഇപ്പം എടുത്ത എല്ലാ സർക്കംഫറൻസ് എടുത്തല്ലോ, ആ പോയിൻ്റ് ഷോൾഡർ ടു ആ പോയിൻറ്റിലേക്കുള്ള ലെങ്ത്ത് കൂടെ നമ്മൾ എടുക്കണം. മുന്നേ എടുത്ത പോലെ ഷോൾഡർ ടു ഇവിടെ ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത്, ഷോൾഡർ ടു നിപ്പിൾ പോയിൻറ്റിലേക്ക്, ഷോൾഡർ ടു ഇവിടെ ഈ താഴേക്ക്, പിന്നെ ഷോൾഡർ ടു ഈ സ്മോളസ്റ്റ് പാർട്ട് അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരണം. പിന്നെ ഷോൾഡർ ടു ഓപ്പൺ എത്ര വേണോ അതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ ആയിരിക്കും എടുക്കുക. പിന്നെ കുർത്തീൻ്റെ ലെങ്ത്ത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഭയങ്കര ലോങ് ആയിട്ട് വേണമെങ്കിൽ ഷോൾഡർ ടു എത്ര വേണോ അത്. ഇത് എടുക്കുന്ന സമയത്ത് വേറൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മളിങ്ങനെ ബെൻഡായി എടുക്കുന്ന സമയത്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ലെങ്ത്ത് കിട്ടണമെന്നില്ല, ലെങ്ത്തിൽ വേരിയേഷൻ വരും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ കുർത്തീൻ്റെ ഫ്ലെയർ എത്ര വേണം നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഷോർട്ട് കുർത്തി ആയതുകൊണ്ട് ഞാൻ ഇത്ര ഫ്ലെയർ അല്ലേ കൊടുത്തിരിക്കണം. അപ്പോൾ ഫ്ലെയർ എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് മെഷർ ചെയ്യാം. ഇത് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്ര വേണ്ടത് വെച്ചാൽ മെഷർ ചെയ്യാം. പിന്നെ നമുക്ക് ആം ഹോൾ എടുക്കാനുള്ള ആം ഹോൾ എടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ആക്കിയാൽ കുറച്ച് ഇതാണ്. ഇങ്ങനെ ഒരുപാട് ടൈറ്റ് അല്ല, ഒരുപാട് ലൂസല്ല എന്നുള്ള രീതിക്ക് വേണം എടുക്കാനായിട്ട് ആം ഹോള്. കറക്റ്റ് ഈ ഷോൾഡറിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടായിരുന്നില്ലേ അവിടെ വേണം വരാനായിട്ട്. ഇങ്ങനെ ഡ്രോപ്പായി പോവുക, അല്ല ഒരുപാട് ഇങ്ങനെ കയറിപ്പോവും, അങ്ങനെ വരില്ല. കറക്റ്റ് ഈ ഒരു പോയിൻ്റ് കാണും. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ സ്ലീവിൻ്റെ ലെങ്ത്താണ്. സ്ലീവ് ഈ ഷോൾഡർ പോയിൻറ്റിന് എത്ര ലെങ്ത്ത് വേണം അതെടുക്കാം. ഇപ്പോൾ എൽബോൻ്റെ മുകളിലേക്കുള്ള സ്ലീവ് ആണെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് പിന്നെ അവിടേക്കുള്ള ആ ഒരു സർക്കംഫറൻസ് അങ്ങനെ ആയിരിക്കും വരിക. ഇൻ കേസ് എൽബോൻ്റെ താഴേക്ക് വരുമ്പോൾ ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണം, പിന്നെ അതിൽ എത്രയാണോ സർക്കംഫറൻസ്. ഇപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് വേണമെങ്കിൽ അതിനനുസരിച്ച്, ഇല്ല ഫ്ലെയർ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത്. പിന്നെ ഈ എൽബോൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്തും അതിൻ്റെ സർക്കംഫറൻസും വേണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടില്ല. പിന്നെ അതിനുശേഷം നെക്കിൻ്റെ ഡെപ്താണ് വേണ്ട, ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത്. ഇപ്പോൾ എനിക്ക് ഇത്രയാണ് ഡെപ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കും. എന്നിട്ട് ഇവിടെ അല്ലേ, അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത്. ഓക്കെ, അങ്ങനെ ആയിരിക്കും വരിക. പിന്നെ ഷോൾഡർ എത്ര വീതി വേണം എന്നുള്ളത് അതുകൂടി നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ സെയിം തന്നെയാണ് ബാക്ക് നെക്കിന് എത്ര ഡെപ്ത് വേണം എന്നുള്ളത് ഈ ഷോൾഡറിൻ്റെ പോയിൻ്റ് ടു ആ ഡെപ്തിലേക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, ബൈ.